നമ്മൾ ഈ ടേബിൾമേ കാണുന്ന ഡ്രസ്സ്, പിന്നെ ഇതാ ഈ ഷോഫ്മേൽ കാണുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഞാൻ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിരുന്ന ഡ്രസ്സുകളായിരുന്നു. അതൊക്കെ അവിടെ വെച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തലക്ക് കൈ കൊടുത്തിട്ട് ഒരു അന്തം അർത്ഥമില്ലാതെ ഇരിക്കുന്നത് കേട്ടോ. ഇന്ന് ഞാൻ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഭയങ്കരമായിട്ടുള്ള പ്രയാസത്തിലിരിക്കുകയാണ്. വീട്ടിലാണെങ്കിൽ കുട്ടികളും ഇല്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് കുറച്ച് മനസ്സമാധാനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഒരു സമാധാനം എന്ന് ആശ്രയിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഒരു ഫുഡ് പുറത്ത് നമുക്ക് ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവുമല്ലോ. നമ്മൾ അതിനും കൂടി വേണ്ടിയിട്ടാണല്ലോ പൈസ ഉണ്ടാക്കുന്നത്. പൈസ ഉണ്ടാക്കണമെങ്കിൽ മനസ്സമാധാനം വേണം. മനസ്സമാധാനം വേണമെന്നുണ്ടെങ്കിൽ മനസ്സിന് സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം വേണം. അപ്പോൾ ഒരു സന്തോഷം കിട്ടാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫുഡ് വാങ്ങിച്ച് കഴിച്ചിരിക്കുന്നത് കേട്ടോ. എന്നെ സംബന്ധിച്ച് എന്നെ പുറമേ നിന്ന് കാണുന്ന ആളുകൾക്ക് ഞാൻ ഭയങ്കര ബോൾഡാണെന്ന് തോന്നും. എന്തും വെട്ടി തോന്നുന്നു പറയുന്ന ആളാണെന്ന് തോന്നും. എൻ്റെ സംസാരത്തിൽ തന്നെ കുറച്ചൊരു ബോൾഡ്നെസ് ഉണ്ടെന്ന് എല്ലാവരും എൻ്റെ അടുത്ത് പറയണ കേട്ടിട്ടുണ്ട്. പക്ഷേ റിയാലിറ്റി ഇതൊന്നുമല്ല കേട്ടോ. ഞാൻ ശരിക്കും മെൻ്റലി ഒരു വീക്ക് പേഴ്സണാണ്. എനിക്ക് ആരെങ്കിലും ആശ്രയിച്ചിട്ടല്ലാതെ എൻ്റെ മോൾക്ക് കറക്റ്റായിട്ട് അറിയാം ഞാൻ ഭയങ്കര വീക്കാണ്. എനിക്കൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ വയ്ക്കില്ല എന്നുള്ളത് അവൾക്കത് കറക്റ്റായിട്ട് അറിയാം. പക്ഷേ എൻ്റെ സിറ്റുവേഷൻ കാരണം കൊണ്ട് എനിക്ക് പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഞാൻ പുറമെ ഭയങ്കര ബോൾഡായിട്ട് നിൽക്കേണ്ട ആളുമാണ്. അങ്ങനെ കുറച്ച് എൻ്റെ മൂക്കേ കുറച്ച് കാലത്ത് ഞാൻ കുത്തിയിട്ടുണ്ടല്ലോ, അവിടെ എന്തോ ഒരു സംഭവം സംഭവിച്ചിരിക്കുന്നു കേട്ടോ. എൻ്റെ മൂക്ക് 2 ദിവസമായിട്ട് തൊടാൻ വയ്ക്കാത്ത തരത്തിൽ വേദനയും എന്തൊരു വീർപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡെല്ലാം കഴിച്ചിട്ട് വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊന്ന് കിടന്നുറങ്ങട്ടെ. ഉറങ്ങിയാൽ കുറച്ച് സമാധാനം കിട്ടിയിട്ടുണ്ടെങ്കിലോ. അങ്ങനെ ഞാൻ ഉറങ്ങി നിൽക്കട്ടെ.